സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പാവൂലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പുറത്തുവിട്ട വ്യാജ പ്രീപോൾ സർവേ ഫലം നിർമ്മിച്ചത് BJP ഓഫീസിൽ തന്നെയാണെന്നുള്ള വിവരങ്ങൾ വോട്ടെടുപ്പ് ദിനത്തിൽ വ്യാപകമായി സർവേ ഫലം പ്രചരിപ്പിച്ചു. BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ഇതേ വിവരങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു പ്രീപോൾ സർവേ പങ്കുവെച്ച് പണി മേടിച്ചിരുന്നു ആർ ശ്രീലേഖ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇപ്പോഴാണ് അത് സ്വന്തമായി തന്നെ ഉണ്ടാക്കി സ്വന്തമായി പുറത്തുവിട്ട് സ്വന്തമായി പണി മേടിക്കുകയാണ് ചെയ്തതെന്ന്. ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ 9-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിൽ ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ശാസ്ത്രമംഗലത്തുള്ള സ്ഥാനാർത്ഥി സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ആർ ശ്രീലേഖ BJP അനുകൂല സർവേ ഫലം എന്ന നിലയിൽ ഈ കാർഡ് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. താനൊരു ബുദ്ധിജീവിയാണല്ലേ? ഞാനായിട്ടായതല്ല, പിന്നെ പാരമ്പര്യം. എല്ലാവരും ബുദ്ധിജീവികളായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു മന്ദബുദ്ധി ഉണ്ടല്ലോ, അതാരാ? അല്ലെങ്കിൽ താൻ ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ BJPയുടെ ഔദ്യോഗിക ഗ്രൂപ്പുകളിലും ഒപ്പം തന്നെ BJP നേതാക്കൾ തന്നെ ഇത് പല ആളുകൾക്കായി പ്രചരിപ്പിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് ഈ പോസ്റ്റ്, അതായത് സർവേ ഫലം ഉൾപ്പെടുന്ന കാർഡ് അത് പല ആളുകൾക്കും അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടാണ് നിലവിൽ പുറത്തുവിടുന്നത്. അത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു സർവേ ഫലം എന്നുള്ള നിലയിൽ കാർഡ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇങ്ങനൊരു ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായി വ്യാജമായി ഉണ്ടാക്കിയ സർവേ ഫലമാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാകുന്നത്. അതാണ് ആർ ശ്രീലേഖ ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾ നേതാക്കൾ ഉൾപ്പെടെ പ്രചരിപ്പിച്ചത്. ഇതിനെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും എല്ലാം സോഴ്സ് അത് BJP ഓഫീസിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി.